കൃഷികരെ പിന്നെ പാലമുക്കിനടുത്ത് കണ്ടലോടെന്ന് പറയുന്ന സ്ഥലത്ത് കാട്ടിന് തീ പിടിച്ചിട്ട് പിന്നെ പ്രവർത്തകരെ ഇവർ പ്രവർത്തകരൊക്കെ എത്തിയിരിക്കുന്നത് അവിടെ കാട് നിന്ന് തീ പിടിച്ചു. ഒന്ന് നോക്കുക, അത് കണ്ടോ, ഭയങ്കര മോശമായ രീതിയാണ്. ബാക്കിൽ നിൽക്കല്ലേ കേട്ടോ, ബാക്കിൽ മതി. പരിസരവാസികളൊക്കെ ഒരുപാട് അപ്പുറമൊക്കെ താമസിക്കുന്നവരാണ്. ഇവിടെ കംപ്ലീറ്റ് കാട് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ദുരിതം സംഭവിക്കാൻ സാധ്യതയുള്ള മേഖലയാണ്. കണ്ടല്ലേ, ഭയങ്കര മോശമായ സ്ഥലമാണിത്. ഇവിടെ കാട് കയറി ഉണങ്ങി ഇതായി കിടക്കുകയാണ്. ഒക്കെ കണ്ടു നോക്കാം. ഏകദേശം കത്തിക്കഴിഞ്ഞാൽ കിലോമീറ്ററോളം കത്തും. അതോ കണ്ടില്ലേ, കാട് കയറി കിടക്കുന്നത് ഇതായി കിടക്കുകയാണ്. മാക്സിമം ഇത് കത്തി പോകാൻ ഇവരുടെ ഒരു സംരക്ഷണം നല്ലതാണ്. കത്തിപ്പോയി കഴിഞ്ഞാൽ ഇനി അത് കത്തുപിടിക്കില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ശ്രമത്തിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കാം. ഇത് കത്തി ഒഴിവാക്കണം. കുറച്ച് നമ്മൾ കത്തി ഒഴിവാക്കിയിട്ട് വീടുകളിലെ ഏരിയയിലേക്ക് പോയാൽ മാത്രം നമ്മൾ സംരക്ഷിക്കണം. ഇത് വേസ്റ്റാണ്. പെട്ടെന്ന് തീ പിടിക്കാൻ പറ്റിയ ഒരു അല്ലേ സംഭവമാണ്. ഇതിപ്പോൾ ഇത് എന്താ ചെയ്യാൻ സാറേ, കത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ട് ഈ കയർ നമ്മൾ പൂർണ്ണമായി ഇത് കുറച്ച് വേസ്റ്റ് കത്തി ഒഴിവാക്കാൻ അവർ തീർച്ചയുണ്ടല്ലോ. ഇല്ലല്ല, ഒന്നും വരില്ല. അവരുണ്ടല്ലോ, അവർ നോക്കാം. നമ്മളിവിടെ ഉണ്ട്. പൂർണ്ണമായിട്ടും കത്തി ഒഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നെ ഇതിനെ കാറ്റ് നല്ലോണം അടിക്കുന്നുണ്ടോ. വളരെ ഭയങ്കര ശരിയായി. കാരണം ജനങ്ങളെല്ലാം ഇത് ഭയങ്കരമായ ഒരു സംഭവമാണ്. ഉണ്ടാകുന്ന കാറ്റുകൾ കത്തി അങ്ങ് ഒഴിവാകണം. വേസ്റ്റാ. അല്ലെങ്കിൽ ആരെങ്കിലും ഇത് കത്തിച്ച് പിന്നെ വീണ്ടും ഇതാകും. കാരണം കാട് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യണം. സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ വേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി മുഴുവൻ പോളും അതുപോലത്തെ വേസ്റ്റ് കത്തിച്ചപ്പോൾ കാറ്റ് വന്നു അല്ലേ? കാറ്റ് കത്തിച്ചപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നില്ലേ? ആളിക്കത്തി. അപ്പം സാറ് പറഞ്ഞാൽ കറക്റ്റ് അല്ലേ? ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ബാക്കി എല്ലാം വെള്ളം അങ്ങനെയാണ്. അവിടെ വെള്ളം ഒഴുക്കുമ്പോഴേക്കും അപ്പോൾ ഇങ്ങനെ കത്തിക്കുമ്പോൾ ഒരു മുന്നറിയിപ്പ് ഇവർക്ക് കൊടുത്താൽ അത് അല്ല, ഇത് ഫയർ ലൈൻ തെളിച്ചിട്ട് വേണം. ബൗണ്ടറി തിരിച്ച് കുറച്ച് വേസ്റ്റ് കഴിച്ചാൽ അപ്പുറത്തുനിന്ന് വെള്ളം എടുത്ത് വരുമ്പോഴേക്കും ചാടിക്കും. അപ്പോൾ കമ്പി വരിയുണ്ട്. വിടുമ്പോൾ പല അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോഴേ ശരി പല മേഖലകളിൽ സംഭവിക്കാറുണ്ട്. വേറെ ബുദ്ധിമുട്ട് വരത്തില്ല. ഈ ഒരു പ്രദേശത്തുള്ള കാട് ഒഴിവാകും. പിന്നെ ഈ പരിസരത്തേക്ക് പലരായിരിക്കും. അതെ, തീർച്ചയായും. നമസ്കാരം. കണ്ടല്ലോ, ഇത്തരത്തിലുള്ള നമ്മൾ കാട് കത്തിക്കുമ്പോൾ ഇവരെ മേലധികാരികളെ ഒന്ന് അറിയിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ഇത് കത്തിപ്പോയി കഴിയുമ്പോൾ, കത്ത് പിടിച്ച് കഴിയുമ്പോൾ ഇവർക്ക് നിയന്ത്രണം തെറ്റുമ്പോൾ ഇവരെയൊക്കെ വിളിക്കുമ്പോൾ ഇവരെത്തുമ്പോഴത്തേക്ക് ഏകദേശമൊക്കെ കത്തിക്കഴിയും. ഇനി ഉള്ള കാടുകൾ കത്തിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവരെ ഒന്ന് അറിയിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം അറിയിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ കാട് കത്തി നാട് നശിച്ചതിന് ശേഷം ഇവർ എത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ അവരുടെ പരിശ്രമം ഭയങ്കര പരിശ്രമമായിരുന്നു. എന്തായാലും വലിയ അപകടങ്ങളൊക്കെ ഒഴിവായി. ഇനി ഇത് മാക്സിമം എല്ലാ കൃഷികർക്കും ഇത് അനുഭവം വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറമാൻ സുമാറിനൊപ്പം മഹേഷ് വടക്കഞ്ചേരി നിർത്തുന്നു. നന്ദി, നമസ്കാരം.